ശാന്തപ്പ മാമന്റെ ഷാപ്പോ? ഇത് കുഞ്ഞപ്പന്റെ ഷാപ്പല്ലേ? അല്ല, രാവിലെ എത്ര എണ്ണം കയറ്റി? അയ്യേ, കുഞ്ഞപ്പനൊക്കെ പോയി. ഇപ്പൊ ശാന്തപ്പനാ നടത്തുന്നത്. ശാന്തപ്പൻ മുതലാളി ആണ്. തോട്ടുവെക്കൻ TS 36. മനസ്സിലായോ? അതെപ്പോ? പിന്നെടാ, നീ ഒരു കാര്യം ചെയ്യ്. നീ വീട്ടിൽ ചെന്നിരുന്ന് നിന്റെ അമ്മായിയപ്പൻ ബാലമാഷിനോട് പറയണം ശാന്തപ്പൻ മുതലാളിയായെന്ന്. കേട്ടോ? തൽക്കാലം എന്തെങ്കിലുമൊക്കെ തിന്നാവുണ്ടെങ്കിൽ തിന്ന് വലിച്ചു കുടിച്ചേച്ച് ഇറങ്ങി പോടാ. പിന്നെ ഒരു കാര്യം, ഇന്നത്തെ നിന്റെ ചെലവ് എന്റെ വക ഫ്രീ. കേട്ടോടാ വെള്ളപ്പാറ്റ്. അല്ല, ഇതെങ്ങനെ? ശാന്തപ്പ മുതലാളിയോ? ഇതെപ്പോ? ഗോവിന്ദ, പന്തലിന്റെ കാര്യം ആരെങ്കിലും ഏൽപ്പിച്ചോ? ഞാൻ ആ സദാശിവനോട് പറഞ്ഞിട്ടുണ്ട്. ആ അതെ, പന്തലുകാരെ സദാശിവനാണെങ്കിൽ നമുക്ക് വേണ്ട. അശ്വതിയുടെ കല്യാണത്തിന് മുഴുവൻ ചോർച്ചയായിരുന്നു. ഒന്നാമത് മഴക്കാലമാ വരുന്നത്, അല്ലേ അശ്വതി? ആ ഗോപിയോട് പറഞ്ഞ എന്താ ചെയ്യ ഗോവിന്ദ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടുവേണം, കുഴൽ വേണം, കുരവ വേണം. ഓ ദിത്തിത്താരാ ദിത്തിത്തേ. അശ്വതി ഇങ്ങ് വന്നേ, നല്ലൊരു കോലം കാണാം. എന്താ? അതെ അമ്മായി, മാമ, അരവിന്ദന്റെ കല്യാണത്തിനെ വെജ് മാത്രം പോരാ, തലക്കറി, ഞണ്ട് കറി, അങ്ങനെ എല്ലാം വേണം. എടാ, ഇതൊക്കെ എവിടുന്നാ നിനക്ക്? അതൊക്കെ ഒരു ചരിത്ര. അതെല്ലാം ഞാൻ അങ്ങോട്ട് വന്നിട്ട് പറയാം. രാവിലെ ഇവിടുന്ന് പോയപ്പോ തന്നെ എനിക്ക് തോന്നി ഷോപ്പിലേക്കായിരിക്കും. ചേട്ടാ,